1 എഴുതി വെക്കുന്നു. അടുത്തത് 1 2 1 എഴുതി വെക്കുന്നു. അടുത്തത് 1 എഴുതി വെക്കുന്നു. വീണ്ടും 1 2 കൂട്ടിയ 3 എഴുതി വെക്കുന്നു. 2 3 കൂട്ടി 3 എഴുതി വെക്കുന്നു. വീണ്ടും 1 എഴുതി വെക്കുന്നു. ദെൻ വീണ്ടും 1 എഴുതി വെക്കുന്നു. 1 3 കൂട്ടി 4 എഴുതി വെക്കുന്നു. 3 3 കൂട്ടി 6 എഴുതി വെക്കുന്നു. 3 1 കൂട്ടി 4 എഴുതി വെക്കുന്നു. വീണ്ടും 1 എഴുതി വെക്കുന്നു. ഒന്നാമത്തെ വർഷത്തെ പലിശയാണ് ഈ 1 സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വർഷത്തെ പലിശയാണ് ഈ 121 സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ വർഷത്തെ പലിശയാണ് ഈ 1331 സൂചിപ്പിക്കുന്നത്, 1331 സൂചിപ്പിക്കുന്നത്. നാലാമത്തെ വർഷത്തെ പലിശയാണ് ഈ 14641 സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ വർഷം കാലത്ത് വരുന്ന പലിശയാണ്. ഒന്നാമത്തെ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഒന്നാമത്തെ വർഷം സാധാരണ പലിശ ചോദിച്ചാലും കൂട്ടുപലിശ ചോദിച്ചാലും ഒന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ രണ്ടാമത്തെ വർഷം 121, മൂന്നാമത്തെ വർഷം 1331, നാലാമത്തെ വർഷം 14641. ഇത് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എഴുതുമ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു പോയിക്കൂടെ? 1 എഴുതി. അടുത്തത് 11ന്റെ സ്ക്വയറായ 121 എഴുതി. ദെൻ 1 വീണ്ടും എഴുതി. 2 1 കൂട്ടി 3 എഴുതി. 2 1 കൂട്ടി 3 എഴുതി. 1 വീണ്ടും എഴുതി. 1 വീണ്ടും എഴുതി. 1 3 കൂട്ടി 4 എഴുതി.